നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്നത് ചരിത്രമുറങ്ങുന്ന മഹാരാഷ്ട്രയിലെ സഹ്യാദ്രി മലനിരകളിലേക്കാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 3400 അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലോഹഗഡ് അഥവാ ഇരുമ്പുകോട്ട. പേരുപോലെ തന്നെ ശത്രുക്കൾക്ക് അത്ര പെട്ടെന്നൊന്നും തകർക്കാൻ കഴിയാത്ത പോരാട്ട വീര്യത്തിന്റെ കഥയാണ് ഈ കോട്ടയ്ക്ക് പറയാനുള്ളത്. ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് ഈ അത്ഭുത കാഴ്ചകൾ അടുത്തറിയാം. 2000 വർഷത്തിലധികം പഴക്കമുള്ള ചരിത്രമാണ് ലോഹഗഡിനുള്ളത്. ശതവാഹനന്മാർ, ചാലൂക്യർ, മുഗളന്മാർ തുടങ്ങി പല സാമ്രാജ്യങ്ങളുടെയും കൈകളിലൂടെ ഈ കോട്ട കടന്നുപോയിട്ടുണ്ട്. എന്നാൽ ഛത്രപതി ശിവാജി മഹാരാജിന്റെ കാലത്താണ് ലോഹഗഡ് അതിന്റെ പ്രതാപകാലം കണ്ടത്. സൂറത്തിൽ നിന്നും പിടിച്ചെടുത്ത വലിയ സമ്പത്ത് സുരക്ഷിതമായി സൂക്ഷിക്കാൻ മഹാരാജ് തെരഞ്ഞെടുത്തത് ഈ കോട്ടയായിരുന്നു. ഇവിടത്തെ 4 വലിയ വാതിലുകൾ ഗണേഷ് ദർവാസ, നാരായൺ ദർവാസ, ഹനുമാൻ ദർവാസ, പിന്നെ പ്രധാനമായ മഹാദർവാസ ഇന്നും തനിമ ചോരാതെ നിലനിൽക്കുന്നു. ഈ കോട്ടയിലെ ഏറ്റവും ആകർഷകമായ ഭാഗമാണ് വിഞ്ചുകാറ്റ. കോട്ടയുടെ ഒരു വശം തേളിന്റെ വാലുപോലെ ഏകദേശം 1.5 കിലോമീറ്റർ നീളത്തിൽ മലനിരകളിലേക്ക് തള്ളി നിൽക്കുന്നു. ഇതിലൂടെ നടക്കുമ്പോൾ ഇരുവശവും അഗാധമായ താഴ്ചയാണ്. കാറ്റും കോടമഞ്ഞുമുള്ള സമയത്ത് ഈ വഴിയിലൂടെയുള്ള യാത്ര ശരിക്കും ത്രില്ലടിപ്പിക്കുന്ന ഒന്നാണ്. ഇവിടുന്ന് താഴേക്ക് നോക്കിയാൽ പാവന തടാകത്തിന്റെ, അതായത് പാവന ലേക്കിന്റെ മനോഹരമായ കാഴ്ചയും നമുക്ക് കാണാം. നിങ്ങളൊരു ട്രെക്കിംഗ് പ്രേമിയാണെങ്കിൽ മഴക്കാലമാണിവിടം സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യം. കോട്ടയുടെ പടവുകളിലൂടെ വെള്ളം ഒഴുകിയിറങ്ങുന്നതും ചുറ്റുമുള്ള പ്രകൃതി പച്ചപ്പണിഞ്ഞു നിൽക്കുന്നതും കാണേണ്ട കാഴ്ച തന്നെയാണ്. മുംബൈയിൽ നിന്നോ പൂനെയിൽ നിന്നോ വരുന്നവർക്ക് ലോണാവാല വഴി വളരെ എളുപ്പത്തിൽ ഇവിടെ എത്തിച്ചേരാം. അധികം പ്രയാസമില്ലാത്ത ട്രെക്കിംഗ് ആയതുകൊണ്ട് കുടുംബത്തോടൊപ്പം വരുന്നവർക്കും ഇതൊരു നല്ല ചോയ്സാണ്. ചരിത്രവും പ്രകൃതിയും ഒന്നുചേരുന്ന ഈ യാത്ര നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ എപ്പോഴെങ്കിലും ലോഹഗഡ് സന്ദർശിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങളുടെ അനുഭവങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ യാത്രാവിശേഷങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ഒരു വീഡിയോയിൽ കാണും വരെ നന്ദി.